കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിന് പിന്നാലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്തെത്താതിരുന്നതിനാണ് നടപടി. ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് ASI, CPO എന്നിവർക്ക് എതിരെയാണ് നടപടി. കൊല്ലം സ്വദേശിയായ സോളമനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. നൽകാൻ അനഘ ഹർഷൻ ചേർന്നു. അനഘ, വിവരങ്ങൾ. ായിരുന്നു ബേപ്പൂരിലെ ഈ ലോഡ്ജിൽ ഈ കൊലപാതകം നടക്കുന്നത്. ഈ 2 പേർ അന്ന് സോളമൻ എന്ന് പറയുന്ന ആളെ കഴുത്തറത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. ജോസഫ് എന്ന് പറയുന്ന ഫറൂഖ് സ്വദേശിയായിട്ടുള്ള ജോസഫ് ഈ സോളമനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിവരം അന്ന് അവിടെ ഉണ്ടായിരുന്നവർ ഈ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ലോഡ്ജിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന വിവരം ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. എന്നാൽ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ബേപ്പൂർ സ്റ്റേഷനിൽ നിന്ന് ആരും സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നില്ല എന്നതാണ്. അന്ന് ബേപ്പൂർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ഗ്രേഡ് ASI ആയിട്ടുള്ള അനന്തൻ, CPO ജിതിൻലാൽ എന്നിവരായിരുന്നു അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ഇവർ 2 പോലീസ് ഉദ്യോഗസ്ഥരും അന്ന് ഈ സംഭവം നടന്ന പ്രദേശത്തേക്ക് എത്തിയിരുന്നില്ല. തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് സംഭവം അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഇവർ ഇത്തരത്തിൽ കൃത്യമായി ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മറ്റു നടപടികൾ കൂടി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലുള്ള ഗ്രേഡ് ASI ആയിട്ടുള്ള അനന്തൻ, CPO ജിതിൻലാൽ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. മെയ് 24-ന് ബേപ്പൂരിലെ ലോഡ്ജിൽ നടന്ന കൊലപാതകം, ആ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ആ പ്രദേശത്തേക്ക് എത്തിയില്ല പോലീസുകാർ എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. നിഖിൽ. ശരി അനഘ.